9ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന താരീഖിൻ്റെ ചോദ്യപേപ്പർ ഉത്തരം വിവരിക്കുന്ന വീഡിയോയാണ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് തിരുത്താനും വരും പരീക്ഷകളിൽ ആവർത്തിക്കാതിരിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പിന്നിലെ ലക്ഷ്യം. മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുത് എന്ന് അറിയിക്കുകയാണ്. ഒന്നാമത്തത് സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. അതിലൊന്നാമത്തത് അൻസലല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു 10 സുഹഫ 10 ഏടുകൾ. രണ്ടാമത്തത് അൻസലല്ലാഹു തആല ഇല ഇദ്രീസ് നബിക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്തത് 50 സഹീഫ 50 ഏടുകൾ. മൂന്നാമത്തത് ആഷ നൂഹ് നബി ജീവിച്ചു ബാദ തൂഫാന് ശേഷം 350 സന 350 വർഷത്തോളം ജീവിച്ചു. നാലാമത്തത് കാന ആദ് സമുദായം ആയിരുന്നു അശദ്ദ ഫി ഖിൽഖത്തിൻ വശിദ്ദത്തിൻ, അവർ വളരെ സൃഷ്ടിപ്പിൽ ശക്തി കൂടിയ ആളുകളായിരുന്നു. അഞ്ചാമത്തത് ഉംറു സോലിഹ് നബിയുടെ വയസ്സ് 280 6 ഖബറു ഇബ്രാഹിം നബിയുടെ ഖബർ എവിടെയാണ്? ബി മദീനത്തി ഖലീൽ പട്ടണത്തിലാണ്. ഏഴാമത്തത് കബീലത്തു സൗജത്തി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ ഗോത്രം ജുർഹുമാണ്. ഇനി രണ്ടാമത്തത് മനിൽ ഖായിലു, ആര് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യമാണ് വന്നിരുന്നത്. അതിലൊന്നാമത്തത് യാ നാറു കൂനി ബർദൻ വ സലാമൻ അല ഇബ്രാഹിം, ഓ തീ നീ ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമാവുക എന്ന ആയത്താണ് അള്ളാഹു പറഞ്ഞതാണ്. രണ്ടാമത്തത് യാ അബത്തിഫ് അൽ മാത്തു ഉമർ, ഓ ഉപ്പ നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നിറവേറ്റുക, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോട് പറഞ്ഞതാണ്. മൂന്നാമത്തത് തേജബീന മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അത് സന്താനത്തെ കൊടുക്കുന്ന ആ വിഷയം പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചതാണ്, അൽ മലായിക്കത്തു. ഇനി നാലാമത്തത് ഹിയ റാവദത്തിനി അൻ നഫ്സി, അവളാണ് എൻ്റെ ശരീരത്തിനെ ആഗ്രഹിച്ചത് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോട് പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തതിൽ അജിബ്, ഉത്തരം പറയുക എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതിലൊന്നാമത്തത് മാ റഅ മലിക്കു മിസ്ര ഫിൽ മനാമി, മിസ്രിലെ രാജാവ് എന്താണ് സ്വപ്നത്തിൽ കണ്ടത്? സബ ബക്കറാത്തിൻ സിമാനിൻ, തടിച്ച 7 പശുക്കൾ, ഏക്കുലുഹുന്ന അവറ്റകൾ തിന്നുന്നു, സബ ഇജാഫിൻ മെലിഞ്ഞ 7 പശുക്കളെ, അപ്പോൾ സബ സുംബുലാത്തിൻ ഖദരിൻ പച്ചയായ നെൽ കതിരുകളുള്ള കെട്ടുകളെയും, അപ്പോൾ ഉഖറ യാബിസാത്തിൻ ഫ അക്കൽനഹുന്ന, അതുപോലെ തന്നെ ഉണങ്ങിയ പുൽക്കെട്ടുകളെയും പച്ച പുൽക്കെട്ടുകളെയും ഈ 7 തടിച്ച പശുക്കൾ തിന്നുന്നതായിട്ട് മിസ്രിലെ രാജാവ് സ്വപ്നത്തിൽ കണ്ടു. ഇനി രണ്ടാമത്തത് മുദ്ദത്തുലുബുസി യൂസുഫ് ഫി സിജിനി കംഹിയ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജയിൽവാസം എത്ര വർഷമായിരുന്നു? 12 സന 12 വർഷമായിരുന്നു. മൂന്നാമത്തത് കം സനത്തൻ മക്കസ യാക്കൂബ് ഫി മിസ്റിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷം താമസിച്ചു? 17 സന 17 വർഷം താമസിച്ചു. നാലാമത്തത് കൈഫ കാനത്ത് മുദുനു കൗമി ലൂത്ത് അൽ ആന, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദാബിറക്കിയ ആ ഒരു നാട് ഇന്നിപ്പോൾ ഏതവസ്ഥയിലാണ്? സൂറത്ത് തിൽക്കൽ മുദുനു ബഹ്റൻ, ചാവുകടലായി മാറി എന്ന് പറഞ്ഞില്ലേ. അഞ്ചാമത്തത് മംബന ബൈത്തുൽ മുഖദ്ദസ്, ആരാണ് ബൈത്തുൽ മുഖദ്ദസ് പണിതത്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആറാമത്തത് ലൂത്ത് ഇബ്നു മൻ, ലൂത്ത് ആര മകനാണ്? ലൂത്ത് ഹാറാൻ്റെ മകനാണ്. ലൂത്തിൻ്റെ ഉപ്പാൻ്റെ പേര് ഹാറാൻ എന്നാണ്. ഇനി നാലാമത്തെ ചോദ്യത്തിൽ ബയ്യിന് വ്യക്തമാക്കാൻ 5 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഇസ്മു സൗജത്തി ഇസ്ഹാഖ് നബിയുടെ ഭാര്യയുടെ പേരെന്താണ്? റഫഖ എന്നാണ്. പിന്നെ രണ്ടാമത്തത് ഇസ്മു ഔലാദി റാഹീലിൻ്റെ കുട്ടികളെ പേര് യൂസുഫും ബെന്യാമിനുമാണ്. ഇനി മൂന്നാമത്തത് മദ്ഫനു ഹവ്വാഉമ്മയെ മറവ് ചെയ്തത് എവിടെയാണ്? ജിദ്ദയിലാണ്. നാലാമത്തത് അർബഅത്തു മിനൽ അംബിയാഇ അഹ്യാഹു മുക്തുബു മിൻഹും ഇസ്നൈനി, ജീവിച്ചിരിക്കുന്ന 4 പ്രവാചകന്മാരിൽ 2 എഴുതുക, ഹിളർ, ഇല്യാസ്, ഈസ, ഇദ്രീസ്, ഇവരാണ് ആ 4 പേര്. ഇനി അഞ്ചാമത്തത് ഇസ്മു ജാരിയത്ത് ലയ്യയുടെ അടിമ സ്ത്രീയുടെ പേരെന്താണ്? സുൽഫ എന്നാണ്. കമ്മിൽ പൂർത്തിയാക്കാനാണ്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബി വാദിൻ ഓയിരി ദി സറഇൻ ഇന്ദ ബൈത്തിക്കൽ മൊഹറം, അതാണ് ആയത്താണത്, അങ്ങനെയാണത് പൂരിപ്പിക്കുക. ഇനി തർജിം പരിഭാഷപ്പെടുത്താനാണ്. കാല ഷുഐബു റബ്ബന ഫ്തഹ് ബൈനന വ ബൈന ഖൗമിന ബിൽ ഹഖ് വ അൻത ഖൈറുൽ ഫാത്തിഹിൻ, ഞങ്ങളുടെയും സമുദായത്തിൻ്റെയും ഇടയിൽ സത്യം കൊണ്ട് വിജയം നൽകണേ, നീ വിജയം നൽകുന്നവരിൽ ഉന്നതനാണ് എന്നാണ് അതിൻ്റെ ആശയം.
ഇനി ഏഴാമത്തത് ഉക്തുബു മാന എന്നുള്ളതിൽ 5 വന്നിട്ടുണ്ട്. ഒന്നാമത്തത് റജിഫത്ത് ഭൂമിക്കുലുക്കം, രണ്ടാമത്തത് സ്വൈഹത്ത് അട്ടഹാസം, 3 കഹനത്ത് ജോത്സ്യർ, വിക്കാ സഞ്ചി പാത്രം, സിമാന് തടിച്ചത് എന്നിങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെയാണ് പരീക്ഷയുടെ ആൻസർ വരുന്നത്. പൂർണ്ണമാണെന്ന് അവകാശവാദമില്ല. പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്കൊക്കെ ഏകദേശം എത്ര മാർക്ക് ഉണ്ടാകും, നല്ല പരീക്ഷ എളുപ്പം ഉണ്ടായിരുന്നോ എന്നുള്ളതും കൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു പോകരുത്. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.